ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് നല്ലൊരു അടിപൊളി കേസരിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ. അടിപൊളി ടേസ്റ്റാണിത്, എൻ്റെ ഫേവറേറ്റാണിത്. എന്താ പറയുക, പെരുന്നാളിൻ്റെ തലേദിവസമൊക്കെ ഇത് ഉണ്ടാക്കി വെക്കും ഞങ്ങൾ സാധാരണ കേട്ടോ, എൻ്റെ വീട്ടിൽ താനൂർ. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുക, 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ കിസ്മിസൊക്കെ ഒന്ന് നമുക്ക് വറവിട്ടെടുക്കാം കേട്ടോ, ഒന്ന് മൂപ്പിച്ചെടുക്കില്ല, അതുപോലെ ചെയ്യാം. അപ്പോൾ നല്ല എന്താ പറയുക, പെരുന്നാളിൻ്റെ തലേ ദിവസമൊക്കെ ഭയങ്കര ഇതായിരിക്കുമല്ലോ, നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ എല്ലാത്തിനും സ്വീറ്റ് ഉണ്ടാക്കാനൊക്കെ. കാരണം അത്രയും ദിവസം നോമ്പൊക്കെ അനുഷ്ഠിച്ചിട്ട് പിന്നെ നമുക്ക് നല്ല കഴിക്കണം എന്നൊക്കെ ഉള്ളൊരു ഇതല്ലേ. അപ്പോൾ അധികം എന്താ പറയുക, ഗുലാബ് ജാമുൻ അതുപോലെ കേസരി ഒക്കെ തലേ ദിവസം തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. വീട്ടിൽ പോകുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ഹരം എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ നമ്മൾ അണ്ടിയും മുന്തിരിയൊക്കെ വാർത്തതിന് ശേഷം നമുക്ക് ആ ഒരു പാനിൽ തന്നെ അതിൽ ഒത്തിരി നെയ്യ് ഉണ്ടാവുമല്ലോ, ആ നെയ്യിൽ തന്നെ നമുക്ക് 1 കപ്പ് അളവിലാണ് ഞാൻ റവ എടുത്തിട്ടുള്ളത്. മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് അതുപോലെ അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കപ്പിലാണ് ഞാൻ റവ 1 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു 3.25 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് കളറാണ്, ഒരു യെല്ലോ കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാണാനൊരു ഭംഗിയൊക്കെ വേണ്ട. അപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ, പിന്നെ ഒരു ഗ്രാമ്പു അതുപോലെ ചെറിയ 2 കഷ്ണം പട്ട ഒക്കെ ഇട്ടെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക. ഒരു 40 ഗ്രാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കൊരു 60 ഗ്രാം നെയ്യും കൂടെ എടുക്കാം. അത് നെയ്യ് കുറേശ്ശെ നമുക്ക് യൂസ് ചെയ്യാം. അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക, ബാക്കി അവിടെ എടുത്ത് വെക്കുക, ലാസ്റ്റ് ഒഴിക്കാനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലം വേണം. അതൊരു 5-6 എടുത്തിട്ടുണ്ടാവും, നന്നായിട്ട് ചതച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ടെടുക്കുക. അതിനുശേഷം വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ച റവ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു മൂടി വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞ് തുറക്കാം. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഒരു 1.25 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. റവ എടുത്ത കപ്പിന് 1.25 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യണ വരെ ഇളക്കി കൊടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന കുഞ്ഞ് ബെലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ 3 ഓപ്ഷൻ വരെ അതിൽ മുകളിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോഴേക്കപ്പം കിട്ടുന്നതാണ്. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇനി നമുക്ക് ലൈറ്റ് യെല്ലോ എനിക്ക് പോരാന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇത്തിരി 1 ഡ്രോപ്സ് 1-2 ഡ്രോപ്സ് എന്ന് പറഞ്ഞ പോലെ ഓറഞ്ച് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡാർക്ക് കളർ വരാൻ വേണ്ടിയിട്ടാണ്, മറ്റേ ലെമൺ യെല്ലോ ലൈറ്റായിട്ടാണ് നിന്നിരുന്നത്. ഇനി നമുക്ക് എടുത്ത് വെച്ച നെയ്യുണ്ടല്ലോ, അതും കൂടെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചെടുക്കാം. മധുരം എൻ്റെ ഒരു വീക്ക്നെസ്സാണ്, കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഏതൊരു മധുരത്തിനും ഉപ്പില്ലെങ്കിൽ പിന്നെ എന്താ, ഉപ്പ് വേണം, എന്നാലേ ഇതിൻ്റെ ആ ടേസ്റ്റ് ഇങ്ങോട്ട് എടുത്ത് കാണിക്കുള്ളൂ. പിന്നെ നമുക്ക് ബാക്കി വെച്ച നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആ നെയ്യ് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അടിപൊളി ടേസ്റ്റായ നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.